അച്ഛനും അമ്മയല്ലേ? അച്ഛനും അമ്മയും നിങ്ങൾക്ക് എന്താ പറഞ്ഞാൽ മനസ്സിലാകുന്നില്ല? നിങ്ങളുടെ അച്ഛനും അമ്മയോടും പറഞ്ഞിട്ടാണ് നമ്മൾ പോകുന്നെങ്കിൽ ഞാൻ വരണില്ല, നിങ്ങൾ ഒറ്റയ്ക്ക് പോയിക്കോ. അതല്ലടോ, നമ്മൾ എന്തായാലും ഒരാഴ്ചത്തെ ട്രിപ്പല്ലേ പ്ലാൻ ചെയ്ത്. അതൊന്നും പറയാണ്ട് വീട്ടിൽ നിന്ന് ഇങ്ങനെ പോവാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോശല്ലേ? ഒരു മോശവും ഇല്ല. ഭാര്യ ഭർത്താവ് എന്ന് പറഞ്ഞാലേ അവർക്കിടയിൽ മാത്രം ഒതുങ്ങുന്ന കുറെ കാര്യങ്ങൾ വേണം. ഇത് നമ്മൾ പ്ലാൻ ചെയ്ത ട്രിപ്പാ. അതൊന്നും നിങ്ങളുടെ അച്ഛനും അമ്മയോട് കൊട്ടി ഘോഷിച്ചിട്ട് പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി എങ്ങാനും ഞങ്ങൾ വരുന്നെന്ന് പറഞ്ഞിട്ട് കൂടെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കൂട്ടിക്കൊണ്ടു പോകും. എന്തായാലും ഞാൻ കൂട്ടിക്കൊണ്ടൊന്നും പോകില്ല. പക്ഷെ അതല്ല കാര്യം. നീ പറഞ്ഞ പോലെ ഫോണും സ്വിച്ച് ഓഫ് ചെയ്ത് ഇവിടുന്ന് ഒരു അക്ഷരം ഇവരോട് മിണ്ടാണ്ട് നമ്മളിവിടുന്ന് പോയിട്ടുണ്ടെങ്കിൽ അവര് നമ്മൾ വൈകുന്നേരം വരുന്ന പറഞ്ഞിട്ട് വെയിറ്റ് ചെയ്തിരിക്കില്ലേ? ഇനിയിപ്പോ വൈകുന്നേരം വരാണ്ട് അവര് നമ്മളെ ഫോൺ ചെയ്തിട്ടുണ്ടെങ്കിലോ ഫോണിൽ കിട്ടൂല. പിന്നെ എന്തായിരിക്കും അവസ്ഥ? ഇവിടുത്തെ നാട്ടുകാരോടൊക്കെ ചെന്ന് പറയില്ലേ, മക്കളെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ല, നിങ്ങളൊന്ന് വിളിച്ചു നോക്ക്. ആകെ ടെൻഷനായിട്ടോ, രാവിലെ ഒന്നും പറയാണ്ട് ഇവിടുന്ന് പോയതാണ്, ഇന്ന് വരുമോ, എവിടെയാണ്, എന്നാ വരിക, ഇങ്ങനെയൊക്കെ അവരോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ തിരിച്ചു വരേണ്ടതല്ലേ? നാണക്കേടല്ലേ അത്? അതെന്തുകൊണ്ടാണ് ഈ ശീലം ഇവിടെ ആരാ ഉണ്ടാക്കിയത്? നിങ്ങള്. കല്യാണം കഴിഞ്ഞ് അന്ന് മുതൽ ഞാൻ നിങ്ങളോട് പറയുന്നുണ്ട്, എവിടെ പോകുമ്പോഴും ഇവിടെ ബോധിപ്പിച്ചിട്ട് പോകേണ്ട ആവശ്യമില്ലാന്ന്. നിങ്ങൾ തന്നെയല്ലേ ഇങ്ങനെ ഒരു ദുശീലം ഉണ്ടാക്കിയത്. അമ്മയെ ഞങ്ങൾ അവിടെ പോയിട്ട് വരാം, അച്ഛൻ ഞങ്ങൾ ഇവിടെ പോയിട്ട് വരാന്ന്. അതുകൊണ്ടല്ലേ അവരിങ്ങനെ കാത്തിരിക്കുന്നതും വിളിച്ചുകൊണ്ട് ശല്യം ചെയ്യുന്നതൊക്കെ. അതിന്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് രണ്ട് പിള്ളേരായില്ലേ, ഇനിയെങ്കിലും നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നോക്കണ്ടേ? ജസ്റ്റ് പോകാന്ന് പറഞ്ഞിട്ട് പോയാൽ മതി. ഇതിപ്പോ നാട്ടുകാരോട് പോയി പറയുന്നതൊന്നും നമ്മൾ വലിയ കാര്യമായിട്ട് എടുക്കൊന്നും വേണ്ട. നമ്മൾ എന്നും അങ്ങനെ ചെയ്യുമ്പോൾ ഇവർക്ക് അതൊരു ശീലമായിക്കോളും. അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് എത്ര മക്കള് ഇങ്ങനെ കല്യാണം കഴിഞ്ഞ ശേഷം ഭാര്യയായിട്ട് പുറത്തു പോകുമ്പോ അച്ഛനോടും അമ്മേനോടും സമ്മതം ചോദിച്ചിട്ടും അനുവാദം ചോദിച്ചിട്ടും ബോധിപ്പിച്ചിട്ടൊക്കെ പോകാറുണ്ട്. അതും ശരിയാണ്. ഇതിപ്പോ കല്യാണം കഴിഞ്ഞ് 2 കുട്ടികളായി. മാരീഡ് ലൈഫിൽ എന്തായാലും പ്രൈവസി അത്യാവശ്യമാണ്. പക്ഷെ നമ്മൾ ഈ ബാഗും ട്രോളിയൊക്കെ ആയിട്ട് ഇറങ്ങുമ്പോ അവര് നമ്മളോട് ചോദിക്കില്ല എങ്ങോട്ടാ പോവാന്ന്. അപ്പൊ എന്ത് പറയാ അവരോട്? ഓ, ഇതാണ് ഇപ്പൊ വലിയ കാര്യം. അതിനെ കുറിച്ച് ആലോചിച്ചായിരുന്നു ടെൻഷൻ അടിക്കണ്ട. ഞാൻ കഴിഞ്ഞ ആഴ്ച വീട്ടിൽ പോയപ്പോഴേ എന്റെയും ഏട്ടന്റെയും പിള്ളേരുടെയും കുറച്ച് ഡ്രസ്സ് അവിടെ വെച്ചിട്ട് വന്നിരിക്കുക. അപ്പൊ അതെടുക്കാൻ തൽക്കാലം. പിന്നെ എന്തെങ്കിലും അത്യാവശ്യം വേണമെങ്കിൽ പുറത്തുനിന്ന് വാങ്ങാം, അതുപോരെ? ആ, നിന്റെ ബുദ്ധി കാഞ്ഞ ബുദ്ധിയാണല്ലോ. വാ, റെഡി പോവാൻ നോക്ക്. മഞ്ചേ നല്ല മീൻ കിട്ടുന്നുണ്ട്, അവിടെ എന്തായാലും ഇഷ്ടമാവും. നീ കുറച്ച് പൊരിക്കുകയും ചെയ്യും, കുറച്ച് കറിയും വെക്കും. നിങ്ങളിപ്പോ എന്തിനാ സുഖമായിട്ട് മീനൊക്കെ വാങ്ങിട്ട് വന്ന്? പിള്ളേർ ഇവിടെ ഇല്ലാലോ, ഇത്ര നേരം ഇവിടെ എത്തിയിട്ടില്ല. രാവിലെ ഇപ്പൊ വരാണ്ട് പോയതല്ലേ, എന്തായാലും ഉച്ചയാകുമ്പോ എത്തും. നീ കറി ഉണ്ടാക്കി വെക്കും. ഞാൻ കുറെ പ്രാവശ്യം വിളിച്ചു നോക്കുന്നു, അവര് ഫോൺ എടുക്കുന്നില്ല. അതപ്പോ നിങ്ങളൊന്ന് വിളിച്ചു നോക്കിയാൻ. അവര് വന്ന കറി വെച്ചാ പോരെ, അല്ലെ നമുക്കൊന്നും മീന് വേണ്ടല്ലോ. മതിയാവുന്ന വിളിച്ചോട്ടെ. ഹലോ മോനെ, നിങ്ങൾ എപ്പോ എത്തുക? ഞങ്ങളിന്ന് വരുന്നില്ല. നിങ്ങളിന്ന് വരുന്നില്ല? മൂന്നാറിലേക്ക് വന്നാച്ചാ എന്റെ ഒരു 10 ദിവസം തിരിച്ചു വരാൻ. അല്ല, 10 ദിവസം കാണിട്ടോ? ഹലോ ഹലോ, കട്ട് ചെയ്തോ? അതെന്താ 10 ദിവസം കഴിഞ്ഞിട്ടെന്ന് പറഞ്ഞത്? അവരെവിടെ പോയതാ? അവര് മൂന്നാറില്ല. നിങ്ങൾ എന്തീ പറയുന്നത്? മൂന്നാറില് 10 ദിവസം കഴിഞ്ഞെന്നൊക്കെ പറയുന്നത്? ഇപ്പൊ വരാൻ പോലെ കുട്ടികൾ ഇങ്ങോട്ട് പോയതല്ലേ? അതിനൊക്കെ എനിക്ക് മനസ്സിലാകത്ത്. പോകുമെന്ന് പറഞ്ഞിട്ട് വെക്കോളൂ അവർക്ക്. വെറുതെ മനുഷ്യൻ ബേജാറാക്കാൻ വേണ്ടിട്ട് ഞാനിപ്പോ എത്ര പ്രാവശ്യം വിളിച്ചു നോക്കിയറിയോ? അപ്പോഴൊക്കെ ഫോൺ സ്വിച്ച് ഓഫാ. എന്തോ ഒരു ഭാഗ്യത്തിൽ ഇപ്പൊ നിങ്ങൾ വിളിച്ചപ്പോ കിട്ടി. പോകുമ്പോ ഒന്ന് പറഞ്ഞിട്ട് വെക്കൂടെ? എന്താ നമ്മളെ കൂടെ പോകും പറഞ്ഞിട്ടാ? എന്തായാലും വിളിച്ചു കിട്ടിയല്ലോ, കാര്യം അറിഞ്ഞില്ല. എന്നാലും അവർക്കൊരു വാക്ക് പറഞ്ഞിട്ട് വെക്കൂടെ? എന്ത് മക്കളത്? മനുഷ്യനെ വെറുതെ ബേജാറാക്കാൻ വേണ്ടിട്ട്. നല്ല രസത്തെ ചുരിദാറ്. 1700 രൂപയോ? നന്നായിണ്ട്. ഇത് രണ്ടും എങ്ങനെ എത്ര നന്നായിട്ട് സെലക്ട് ചെയ്തു? അത് ഞാൻ അമ്മയ്ക്ക് എടുത്തതാ. അമ്മ കുറെ പറയുന്നു എവിടെയെങ്കിലും പോകുമ്പോ നല്ല ചുരിദാറല്ല ഇടാന്ന്, അതുകൊണ്ട് വാങ്ങിയതാ. അമ്മയ്ക്കോ? ഇത്ര നല്ലത് എന്തിനാ അമ്മയ്ക്ക് വാങ്ങിയത്? ഒരു 10-200 വാങ്ങാന്നല്ലാണ്ട് 1600 രൂപന്റെ ഇതാണ് അമ്മയ്ക്ക് വാങ്ങി കൊടുക്കുന്നത്. എടാ, അവിടെ ഉള്ളതിന് ഏകദേശം ഈ റേഞ്ച് ഒക്കെ തന്നെയാണ്. പിന്നെ ഒരു ചുരിദാർ പറഞ്ഞാൽ എത്ര ഷോപ്പ് കയറാനാ? നിനക്ക് നമ്മുടെ കയ്യിൽ സമയമുണ്ടോ? ഞാൻ നിനക്ക് എടുക്കുന്ന കൂട്ടത്തിൽ അമ്മയ്ക്കൊന്നും എടുത്തു. അത് ഏകദേശം 2 ഒരേ കളറുള്ളത്. നീ ഒന്ന് അമ്മയ്ക്ക് കൊടുത്തേക്ക്. കളർ ഏകദേശം ഒന്നാണെങ്കിലും ഡിസൈൻ വേറെ വേറെ അല്ലേ? എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. കൊടുക്കാൻ മനസ്സിലായിരുന്നില്ല. അതിന് നിന്റെ കയ്യിൽ ഇഷ്ടം പോലെ ഡ്രസ്സ് ഇല്ലേ? നമ്മൾ എപ്പോൾ ഡ്രസ്സ് എടുക്കാൻ ചെന്നിട്ടുണ്ടെങ്കിലും നിന്നോട് അമ്മയ്ക്ക് ഡ്രസ്സ് എടുക്കുന്ന പറഞ്ഞിട്ട് നീ എന്താ ചെയ്യുക? അങ്ങനെ മുഖം വീർപ്പിച്ചിരിക്കും. അത് കാണുമ്പോഴാണ് എനിക്ക്. പിന്നെ അച്ഛനാണെങ്കിൽ അമ്മേനെ എവിടേക്കും കൂട്ടിക്കൊണ്ടുപോകുന്നില്ല, അവരെപ്പോഴും വീട്ടിൽ തന്നെ.
പിന്നെ നമ്മൾ രണ്ടുപേരും പുറത്തു പോകുന്നത്. അമ്മയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചോദിക്കുകയും ചെയ്യും, എടാ എനിക്ക് നല്ലൊരു ഡ്രസ്സ് ഇല്ല, നീ ഒന്ന് പുറത്തു പോകുന്ന നല്ല ഡ്രസ്സ് എനിക്ക് വാങ്ങിത്താന്ന്. ചെവിക്കൊരു സ്വൈര്യം കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇതുവരെ വാങ്ങിയത്. എന്തായാലും നീ ഇത് അമ്മയ്ക്ക് കൊടുക്ക്, നിനക്ക് വേണമെങ്കിൽ ഇങ്ങനത്തെ ഒരു 10 ഞാൻ വാങ്ങിത്തരാം. 10 ഒന്നും എനിക്ക് വേണ്ട, അത് നിങ്ങളുടെ അമ്മയ്ക്ക് എടുത്ത് കൊടുത്ത ഡ്രസ്സിന്റെ അതേ കളർ. പക്ഷെ ഇത് എനിക്ക് കൊടുക്കാൻ മനസ്സിലല്ല, നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത്രയും വിലയുള്ളത് കൊണ്ട്. നല്ല ചുരിദാർ മെറ്റീരിയല്ലേ മോനെ? ആ അമ്മയ്ക്ക് വാങ്ങിയതാ. ആണോ? എവിടെ മോളെ നോക്കട്ടെ. നല്ല ഭംഗിയുണ്ടല്ലേ. ഇതോ മോളെ, ഇതാ ടോപ്പ്? എന്നോട് ഇഷ്ടപ്പെട്ടു. പാന്റ് നല്ല വിലയായിക്കോണല്ലേ മോനെ, നല്ല ഭംഗിയുണ്ട് കാണാൻ. ഒന്ന് സ്റ്റിച്ച് ചെയ്താൽ മതി അമ്മേ. ഇനിയിപ്പോ നല്ല ഡ്രസ്സ് ഇല്ലാന്നുള്ള പരാതി മാറിയില്ലേ, നല്ല വില കൊടുത്ത് വാങ്ങിയതാ. ഒരുപാട് വിലയുള്ളൊന്നും വേണ്ടായിരുന്നു മോനെ. എന്തായാലും അമ്മയ്ക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു. ഞാൻ ഇന്ന് തന്നെ തയ്ക്കാൻ കൊടുക്കട്ടെ. ഇത് മോൾക്ക് എടുത്തതാ? ആ അതെന്റെ ഡ്രസ്. ഇന്നിപ്പോ എവിടെയാ സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കുന്നത്? നമ്മുടെ അടുത്ത് രാഘവന്റെ കയ്യിൽ കൊടുക്കട്ടെ. രാഘവേട്ടനോ നന്നായിട്ട് ചെയ്യൊന്നുമില്ല, ഞാൻ ടൗണിൽ കൊടുക്കുന്നുണ്ട് എന്റെ ഈ ഡ്രസ്സ്. അപ്പൊ ഇത് കൊടുക്കാൻ അളവ് വേണ്ട മോളെ? അളവൊക്കെ ഞാൻ അമ്മ പോയിക്കാൻ എന്തായാലും. നല്ല നാടകം ഞാനിവിടെ കണ്ടത്. നിങ്ങളോട് ഞാൻ പറഞ്ഞല്ലേ എനിക്ക് ഇഷ്ടമായിരുന്നു. പിന്നെ അമ്മയുടെ ഡ്രസ്സാന്ന് പറഞ്ഞിട്ട് അവിടെ കാണിച്ചു കൊടുക്കേണ്ട കാര്യം എന്താ? ഞാനിത് ഒരാൾക്കും കൊടുക്കില്ല, ഇതെനിക്കൊന്നും. നിനക്ക് എന്തിന്റെ കേടാണ്? ഞാൻ അമ്മയോട് പറഞ്ഞു പോയില്ലേ അത് അമ്മയ്ക്ക് വേണ്ടി വാങ്ങിയതാണ്. നീ അത് ഷെൽഫിലെടുത്ത് കൂട്ടിയേക്കാണ്ട് അമ്മയ്ക്ക് കൊടുക്കാൻ നോക്ക്. ഞാൻ കൊടുക്കില്ല. നിങ്ങൾ എന്ത് പറഞ്ഞാലും കൊടുക്കില്ല. ഈ 2 ചുരിദാറും എന്റെ അളവിന് ഞാൻ സ്റ്റിച്ച് ചെയ്തിടും. 3-4 പ്രാവശ്യം ഈ ഡ്രസ്സ് ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് കണ്ടാല് കുറച്ച് ഉളുപ്പുള്ള മനുഷ്യന്മാരാണ് പിന്നെ ചോദിക്കില്ല എന്റെ ഡ്രസ്സ് എവിടെയാണ്. അമ്മയ്ക്ക് ഡ്രസ്സ് എടുത്ത് കൊടുക്കാൻ വേണ്ടി നടക്കണം. മോനോട് എടുത്താന്ന് പറഞ്ഞിട്ട് പുറകെ നടക്കാൻ വേണ്ടിട്ട്. അതും ചുരിദാറ്. ഈ വയസ്സുകാലത്ത് എങ്ങോട്ട് പോകാനാ? വല്ല കല്യാണത്തിന് ഒരുങ്ങി പോകാനുണ്ടോ? ഓ, ഏത് കഷ്ടകാലം പിടിച്ച സമയത്താണോ ഇതിങ്ങോട്ട് വാങ്ങിക്കൊണ്ടിരാൻ തോന്നിയത്? ആ അങ്ങനെ വഴിക്കുവാ. ഇനി അമ്മയ്ക്ക് കൊണ്ട് എന്തെങ്കിലും ചെയ്തു കൊടുക്കുമ്പോഴേ എന്നോടും കൂടി ചോദിക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടാവും. ഇനിയിപ്പോ ഇതിന്റെ പേരിൽ നീ വെറുതെ ദേഷ്യപ്പെടാൻ നിൽക്കണ്ട. നിനക്ക് പത്രം ഇഷ്ടമാണെങ്കിൽ നീ നിങ്ങൾ വെച്ചോ. അല്ലെങ്കിൽ നീ പറഞ്ഞത് ശരിയാ, 2-3 പ്രാവശ്യം അമ്മേന്റെ മുന്നിൽ കൂടി ഇട്ട് നടക്കുമ്പോഴേ അമ്മനോട് ചോദിക്കാൻ നിൽക്കില്ല. ഇനി ഈ വീട്ടിലേക്ക് അമ്മയ്ക്കെന്ന് പറഞ്ഞ് ഞാനൊരു ഡ്രസ്സ് വാങ്ങില്ല, വെറുതെ നിന്നെ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിലും തെറ്റ് മുഴുവൻ അമ്മേന്റെ ഭാഗത്ത് തന്നെയാണ്. അമ്മയ്ക്ക് എന്തെങ്കിലും വേണമെങ്കിൽ അച്ഛനോട് വാങ്ങിത്തരാൻ പറഞ്ഞോളൂ. എന്തിനാ ഏട്ടനോട് പറയുന്നത്? ഞങ്ങൾക്കിപ്പോ പിള്ളേരൊക്കെ ആയി, ഞങ്ങൾക്ക് ഞങ്ങളുടേതായ 100 ചെലവുകളുണ്ട്. അതിന്റെ ഇടയ്ക്ക് അത് എന്ന് പറഞ്ഞ് വരാൻ നിൽക്കരുത്. കുറച്ച് മനസ്സിലാക്കാൻ. അരുണേട്ടാ, എന്താ കുഞ്ഞിനെ വാഴ ഇതിൽ വെച്ചിരുന്നപ്പോ കാണുന്നില്ല. കാണുന്നില്ലെന്നോ? പിന്നെ എവിടെ പോവാനാ? എനിക്ക് എങ്ങനെ അറിയാം? ഷെൽഫിൽ ഞാൻ ഭദ്രമായിട്ട് വെച്ചതാ. ഇന്ന് രാവിലെ കൂടി ഞാനത് കണ്ടതാ അവിടെ. നമ്മുടെ റൂമത്തെ ഷെൽഫ് നീ അല്ലാണ്ട് വേറെ ആരാ തുറക്കുന്നത്? അത് അവിടെ തന്നെ ഉണ്ടാവും, ഒന്നുകൂടെ ചെന്ന് നോക്ക്. ഞാൻ അരിച്ചു പെറുക്കി നോക്കിയതായിരുന്നു ഏട്ടാ, അവിടെ എവിടെ ഇല്ല. രാവിലെ റൂം അടിച്ചു വരാൻ വേണ്ടിട്ട് അമ്മ കേറിയിട്ടുണ്ടായിരുന്നു. ഇനി അമ്മ എങ്ങാനും ഷെൽഫ് തുറന്നിട്ട് എടുത്തിട്ടുണ്ടോന്നാണ് എന്റെ സംശയം. നീ വെറുതെ വായിലിരുന്ന് വിളിച്ചു വന്നിക്കരുത് കേട്ടോ. അമ്മയ്ക്ക് അതിന്റെ ആവശ്യമൊന്നുമില്ല, അമ്മ അങ്ങനെ ചെയ്യൂല. അല്ലെങ്കിൽ അമ്മയ്ക്ക് ഇതിന്റെ കുഞ്ഞിന്റെ വള. അത് അമ്മയ്ക്കല്ലേ അറിയൂ. വിളിച്ചെന്ന് ചോദിച്ചു നോക്കാം, അപ്പൊ മനസ്സിലാവും ആരും എടുക്കുന്നുള്ളത്. ഇവിടെ വേറെ ആരും വരാനില്ല, അമ്മ മാത്രമാണ് നമ്മുടെ റൂമിന്റെ അകത്ത് കയറിയിരിക്കുന്നത്. അത് ശരി. നിക്ക് അമ്മേ, ഒന്നും കൂടെ വന്നേ. എന്താ മോനെ? അമ്മേ, കുഞ്ഞിന്റെ വള എടുത്തിട്ടുണ്ടെങ്കിൽ അന്ന് തിരിച്ചു കൊടുത്തേക്ക്. അവള് റൂം ഷെൽഫൊക്കെ നോക്കിയിട്ട് കിട്ടാനായിട്ട് ടെൻഷൻ അടിച്ചിരിക്ക. ഞാൻ എടുക്കേ? എനിക്കെന്തിനാ? അല്ലമ്മേ, അമ്മ അല്ലാണ്ട് ഇവിടെ വേറെ ആരും എടുക്കാനല്ല, വേറെ ആരും ഇങ്ങോട്ട് വന്നിട്ടുമില്ല. അമ്മ ഒരു കാര്യം ചെയ്യും, അത് പെട്ടെന്ന് നമുക്ക് തിരിച്ചു കൊടുക്കുക. അമ്മ, അത് അമ്മമ്മ എത്തതല്ല, ഞാൻ എത്തതാ. മോർണിംഗില് ഞാനത്ത് വാവക്ക് ഇട്ട് കൊടുത്തതാ.
പോയി കഴിച്ചെന്നാൽ. ആ. ഇനി എവിടെ കയറി? എവിടെ? നീ കണ്ടവരെ? ഇല്ല, ഞാനിവിടെ എല്ലായിടത്തും തരണം, എവിടെ ഇല്ല. പിന്നെ എവിടെ പോയിരിക്കാനാ? എവിടെ പോയിരിക്കാം? ഞാനും എല്ലായിടത്തും അരിച്ചു പെറുക്കി നോക്കി, എവിടെയും കാണുന്നില്ല. ഇപ്പൊ എവിടെയാണോ? ഞാൻ നിങ്ങളോട് അപ്പോഴേ പറഞ്ഞതാ ഇവിടെ ഒന്നും വരണ്ട, ഇങ്ങോട്ടൊന്നും വരില്ലാന്ന്. വല്ല റെയിൽവേ സ്റ്റേഷനിൽ സെർച്ച് ചെയ്താൽ മതിയായിരുന്നു. അവിടെ ആണെങ്കിലും വല്ല കാശിക്കോ രാമേശ്വരത്തോ പോകാൻ വേണ്ടിട്ട് ട്രെയിന് കാത്ത് നിൽക്കുന്നുണ്ടാവും. ഇനിയിപ്പോ അവിടെയും കൂടെ നോക്കാനുള്ളൂ. വേറെ ഇപ്പൊ എന്ത് ചെയ്യാനാ? ഈ വയസ്സാം കാലത്ത് രണ്ടുപേരും കൂടെ കാണിച്ചിരിക്കുന്നത്. നീ ഒറ്റ ഒരുതി കാരണം ഇതൊക്കെ സംഭവിച്ചു. നിന്നോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടില്ലേ അച്ഛനോട് അമ്മേനോട് മര്യാദയ്ക്ക് ബിഹേവ് ചെയ്യണമെന്ന്? ഇപ്പൊ മനസ്സിലായി നിനക്ക്? നിങ്ങൾ എന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് നിന്നോ? എന്റെ ഭാഗത്ത് മാത്രമല്ല, നിങ്ങളുടെ ഭാഗത്തുണ്ട് മിസ്റ്റേക്ക്. ഞാൻ അങ്ങനെ മോശമായിട്ട് പെരുമാറുണ്ടെങ്കിൽ എന്നെ കറക്റ്റ് ചെയ്യായിരുന്നില്ലേ? എന്റെ അമ്മയൊന്നുമല്ല, അമ്മായിമ്മയല്ലേ. അപ്പൊ ഇങ്ങനെ പെരുമാറാൻ എനിക്കറിയാം. സ്വന്തം മകന് പോലുള്ള സ്നേഹം ഞാൻ എന്തിനാ കാണിക്കുന്നത്? നീ എന്തായാലും അവിടെ ഒന്ന് ചെന്ന് നോക്ക്. ഞാൻ ഈ സൈഡിൽ നിന്ന് ചെന്ന് നോക്കിയിട്ട് വരാം. ആ, അതാ നല്ലത്. ഞാൻ ഒന്നുകൂടി അങ്ങോട്ട് ചെന്ന് നോക്കട്ടെ. ദിനുവേട്ടാ, എന്താണ്? അത് നമ്മുടെ അച്ഛനും അമ്മയല്ലേ? അച്ഛനും അമ്മയും? നീ വാ. അമ്മേ, ഞങ്ങൾ എത്ര തെരഞ്ഞു, നമുക്കത് പറഞ്ഞിട്ട് വന്നൂടെ? മനുഷ്യന് തീ തീറ്റിക്കാൻ വേണ്ടി. അതെന്താ നിങ്ങൾക്ക് മാത്രമേ പറയാണ്ട് വയ്ക്കൂടൂ, ഞങ്ങൾക്ക് വയ്ക്കൂടെ? ഞാൻ എന്റെ ഭാര്യനെ കൊണ്ട് കറങ്ങാൻ പോകും, നിങ്ങളുടെ അനുവാദം ചോദിക്കുന്ന? നിങ്ങൾ കയറി ഇവരോടൊക്കെ സംസാരിച്ചിട്ടുണ്ടെങ്കിലേ നമ്മുടെ നല്ല സമയം അത്ര ഇവർക്ക് വേണ്ടി കളഞ്ഞു. ഇനി അതിന് സമയമില്ല. നിങ്ങൾ വന്നിട്ടുണ്ടോ? അവരെവിടെ? അവർക്ക് അരുണായിട്ട് എന്തായാലും വിടാൻ നിൽക്കരുതേ. വീട് എത്തിയതും ചോദിക്കണം. അതിനുള്ള മറുപടി കിട്ടിയ ശേഷം അകത്ത് കയറ്റണോ വേണ്ടോ എന്നുള്ള തീരുമാനിച്ചാൽ മതി. ഇതെന്താണ് അവർ മനസ്സിൽ വിചാരിച്ചിരിക്കുന്നത്? നമ്മളൊക്കെ എന്താ വിദ്യകളോ അവിടെ ഇരിക്കുന്നത്? തോന്നിയ പോലെ അങ്ങോട്ട് ഇറങ്ങിപ്പോവുക. ഇതൊരു കുടുംബമല്ലേ? ഞാൻ എന്റെ അച്ഛനോട് അമ്മേനോട് എന്ത് ചോദിക്കണതാണ്? അതും കൂടെ നീ പറഞ്ഞ? എന്ത് ചോദിക്കുന്നതിന് ഞാൻ പറഞ്ഞു തരണോ? വേറെ ആരും അല്ല ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിരിക്കുന്നത്, നിങ്ങളുടെ അച്ഛനും അമ്മയാ. ആൾക്കാർ അറിഞ്ഞിട്ടുണ്ടെങ്കിലേ നാണക്കേട് നമുക്കാ. ആരെങ്കിലും വന്ന് അച്ഛനും അമ്മയും എവിടെയെന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറഞ്ഞു കൊടുക്കും? വയസ്സുകാലത്തെ ഒരു ഭാഗത്ത് അടങ്ങി ഒതുങ്ങി ഇരിക്കുന്നത് രണ്ടാളോടും പറഞ്ഞു കൊടുക്ക്. മറ്റുള്ളവർക്കേ തലവേദന ഉണ്ടാക്കരുതെന്ന് കൂടി പറയണം. നമ്മൾ എവിടെയൊക്കെ അന്വേഷിച്ചു, എന്നാലൊന്ന് വിളിച്ചെങ്കിലും പറയാനുള്ള മര്യാദ അത് കാണിച്ചോ? അതും ഇല്ല. നമ്മൾ അങ്ങോട്ട് തേടി പോയത് കൊണ്ട് എന്തോ ഭാഗത്തിന് അവരെ കണ്ടുകിട്ടി. എന്നിട്ട് ഒരു കൂസിലില്ലാണ്ട് രണ്ടാളും കൂടി കേറി പോയിരിക്കുക ആസ്വദിക്കാൻ വേണ്ടിട്ട്. ഈ പ്രായത്തിൽ വിഷയം വരുന്നുണ്ട്. നമുക്ക് എന്ത് വിലയാ അവർ തരുന്നത്? എന്റെ കാര്യം വീട്, നിങ്ങൾ സ്വന്തം മോനല്ലേ, നിങ്ങൾക്ക് എന്ത് വിലയാ നിങ്ങളുടെ അച്ഛനും അമ്മയും തരുന്നത്? എനിക്ക് അവരെന്ത് വില തരുന്നെന്നുള്ളതേ ഞാൻ അവിടെ ചെന്നപ്പോ എനിക്ക് നന്നായിട്ട് മനസ്സിലായി. അവര് ബോട്ട് കയറി പോകാൻ നേരത്ത് നിന്നോടല്ല സംസാരിച്ചത്. ഞാൻ അവിടെ ഉണ്ടോന്ന് പോലും രണ്ടുപേരും നോക്കിയില്ല. എന്ന് വെച്ചാൽ എന്താ, ഞാൻ അവരെ മനസ്സിലിപ്പോ ഇല്ല. കല്യാണത്തിന് മുമ്പേ ഞാനും എന്റെ അച്ഛനും അമ്മയും ഇവിടെ എത്ര സ്നേഹത്തോടെ കഴിഞ്ഞുകൊണ്ടിരുന്നെന്നറിയോ? പക്ഷെ കല്യാണം കഴിഞ്ഞപ്പോ നീയാ എന്റെ വേൾഡ്.
നീ പറയുന്ന കാര്യങ്ങൾ മാത്രം ഞാൻ ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ ഞാൻ അവരെ നേരം കണ്ട് തഴഞ്ഞു. നീ പറഞ്ഞ ശരിയാ, നീ മരുമോളാണ്. എൻ്റെ അച്ഛനും അമ്മയും നിനക്ക് അമ്മായച്ചനും അമ്മായിയമ്മയാണ്. അപ്പൊ നിനക്ക് അത്ര സ്നേഹമൊക്കെ മതി അവരോട്. പക്ഷെ ഞാൻ അങ്ങനെയല്ലല്ലോ, ഞാൻ സ്വന്തം മോനല്ലേ. ഞാൻ ഇങ്ങനെ ചെയ്യാൻ പാടും അവരോട്? പിന്നെ നീ എന്താ പറഞ്ഞത്? അവരെ കയ്യിൽ നിന്ന് മറുപടി കിട്ടിയതിന് ശേഷം മാത്രം അകത്തേക്ക് കയറ്റണോ വേണ്ടോ തീരുമാനിച്ചാൽ മതി. അതിനെ എൻ്റെ അച്ഛനും അമ്മയും നിന്റെ ട്യൂഷൻ ക്ലാസ്സിൽ പഠിക്കാൻ വന്ന 2 കുട്ടികളല്ല, നിന്നോട് അനുവാദം ചോദിച്ചിട്ട് പോകാനും വരാനും വേണ്ടിയിട്ട്. അവർക്ക് ഇഷ്ടമുള്ള സമയത്ത് കയറി വരും. അതേപോലെ അവർക്ക് എവിടേക്കും പോകാൻ തോന്നിക്കഴിഞ്ഞാൽ അവർ ഇഷ്ടമുള്ള സമയത്ത് പോവുകയും ചെയ്യും. ഇനിയിപ്പോൾ അവർക്ക് നമ്മളോട് പറയണമെന്നുണ്ടെങ്കിലേ നമ്മൾ അതിന് മാത്രം എന്തെങ്കിലും ബഹുമാനം അവരെ മനസ്സിൽ നമ്മളെ കുറിച്ച് ഉണ്ടാക്കണം ഫസ്റ്റ്. എന്നാലും അവർ പറഞ്ഞിട്ട് പോകുള്ളൂ. അത് നീ ചെയ്യാൻ പഠിക്കാതെ.